ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേസ് മസാജ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് എന്താ വെച്ചാൽ ഓയിൽ കുറച്ചിട്ടു, അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഞാൻ എന്തിനാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ മസാജ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്യുന്നതിന് പകരം, അതായത് ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താക്കാന്ന് വെച്ചാൽ നമുക്കൊരു ഓയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ഓയിൽ ചേരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ സ്കിൻ ടൈപ്പ് ഞാൻ ആദ്യം പറയാം. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നോർമൽ ടു ഡ്രൈ കാറ്റഗറിയിൽ വരുന്ന സ്കിൻ ടൈപ്പാണ്. എല്ലാ സമയത്തും എൻ്റെ ഡ്രൈ അല്ല, എല്ലാ സമയത്തും എൻ്റെ നോർമലാണ്. ബട്ട് ചില സമയത്ത് ഇപ്പോൾ വിൻ്റർ ആണെങ്കിൽ, വിൻ്ററെല്ലാം വരുന്ന സമയത്ത് ചില സമയത്ത് മൂക്കിൻ്റെ ഇവിടെ എല്ലാം കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ ഈ ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത് കൂടുതലും. ആ സമയത്ത് എനിക്ക് നല്ലൊരു എന്താ പറയണ്ടേ, ഒരു റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ യൂസ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഞാൻ ഓയിൽ യൂസ് ചെയ്യാൻ പറയില്ല. നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ടൈപ്പ് ആകുമ്പോഴത്തേക്ക് ഓയിൽ ഉണ്ടാവില്ല, അപ്പോൾ അത്രയ്ക്കും ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ ഒരു നോർമൽ ടു ഡ്രൈ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫ്രിക്ഷൻ, ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നമുക്ക് പോകില്ല മസാജ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ യൂഷ്വലി മസാജ് ചെയ്യുന്നത്. അതേപോലെ ഞാനും ഓയിലായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും അറിയാം, ഞാൻ ഡെയിലി മുഖത്ത് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ഞാൻ അതേപോലെ വാഷ് ചെയ്ത് കളയാറുണ്ട്. അതായത് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നടക്കില്ലല്ല. അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഐലൈനർ, ഇപ്പം കാജലോ എന്തെങ്കിലും ഇട്ടാൽ ഞാൻ ഓയിലിട്ട് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയണ്ടത്, ഞാൻ വാഷ് ചെയ്ത് കളയും. ഓയിലിട്ടതിന് ശേഷം എന്തൊക്കെയായി കാജല മറ്റേ അപ്ലൈ ചെയ്താൽ ഓയിലിട്ട് ഞാൻ കാജലെല്ലാം കളഞ്ഞ് പിന്നെ ഫേസ് വാഷും ഉണ്ട്, ഒരു മൈൽഡ് ഫേസ് വാഷും ഉണ്ട്, ഞാൻ ഫേസ് ക്ലീൻ ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ ഓയിൽ ഇട്ടു. ഞാൻ എന്നാലും കാണിക്കാം ഞാൻ എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാനൊരു ഒരു ലേശം ഓയിൽ എടുത്തിട്ടുണ്ട്. കുറേ ഓയിലൊന്നുമല്ല ഞാൻ പറയുന്നത്, കുറച്ച് ഓയിൽ. അപ്പം ആദ്യം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ റബ്ബ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ, അത് ഹെറിഡിറ്ററി ആണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പണ്ടെല്ലാം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു കഴുത്തിലാണെങ്കിലെല്ലാം. നമുക്ക് കഴുത്തുനിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴുത്തിൽ എന്തായാലും മസാജ് എന്തായാലും ചെയ്യണം. ഫേസിന് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ പെട്ടെന്ന് വ്രിങ്കിൾസ് എല്ലാം കഴുത്തിൽ വരാൻ തുടങ്ങും. പെട്ടെന്ന് പ്രായം വരയ്ക്കുമ്പോൾ നമ്മൾ കഴുത്ത് പെട്ടെന്നായിട്ട് വ്രിങ്കിൾസ് എല്ലാം വരും. ഫേസ് ആണെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ടാകും. അപ്പം നമ്മൾ കഴുത്തിനെയും കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ സൺസ്ക്രീനെല്ലാം ഇടുന്ന സമയത്ത് ഫേസിൽ മാത്രം ഇട്ടാൽ പോരാ, കഴുത്തിലിടണം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് കഴുത്ത് മറന്നുകൂടാം. അപ്പം നോക്കൂ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് കാണുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നും, പക്ഷെ അത് നല്ലൊരു എക്സസൈസും കൂടിയാണ് നമ്മുടെ കഴുത്തിന്. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിക്കാം. മേലോട്ടേക്ക് കഴുത്താക്കി ജസ്റ്റ് 10 പ്രാവശ്യം ഇങ്ങനെ കടിക്കാം. അതേപോലെ ഇവിടെ മസാജ് ചെയ്യാം ആദ്യം. സോറി, പട്ടി നന്നായിട്ട് കുരക്കുന്നുണ്ടായി, എന്ത് പറ്റിയെന്നറിയില്ല. അപ്പം ഞാനത് അതിൻ്റെ കുര ഒന്ന് അടങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു സൈഡ്. അപ്പം ഈ ഒരു സൈഡ് നമുക്ക് മസാജ് ചെയ്യാം ആദ്യം. അതേപോലെ ഇങ്ങനെ തിരിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതേപോലെ ഈ സൈഡും. ഇപ്പം നമ്മുടെ
കഴുത്തിൻ്റെ സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ എക്സസൈസ് ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്, എന്തായാലും ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ജോ ലൈൻ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലേ ജോ ലൈൻ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു 5 ടൈംസ് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ സൈഡും ചെയ്യാം. ഇനി നമുക്ക് മൂക്കിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് എക്സസൈസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂക്കിൻ്റെ ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം, ഈ 2 സൈഡ്. ഇനി ഈ മൂക്കിൻ്റെ ഈ ഒരു പാലുമില്ലേ അതും. ഇനി നമുക്ക് കണ്ണിലേക്ക് പോകാം. കണ്ണിൻ്റെ ആദ്യം ഈ ഒരു നമുക്ക് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫീൽ ചെയ്യും, നമുക്കൊരു ബോൺ ഫീൽ ചെയ്യും. അപ്പോൾ ആ ബോൺ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പ്രസ് ചെയ്ത് ഇവിടെ ഒരു പ്രഷർ കൊടുക്കാം. എന്നിട്ട് അതേപോലെ പുരികം കൂടി ചെയ്യാം. ഇതേ പോയിന്റിലെത്തും ഒന്ന് പ്രഷർ കൊടുക്കാം. ഇനി നമുക്കൊന്ന് കണ്ണൊന്ന് തുറന്ന് പിടിച്ച് കണ്ണിൻ്റെ ഉള്ളിലേക്കും കൂടി നമുക്ക് കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചതിന് ശേഷം മേലോട്ടും താഴോട്ടും നോക്കാം. അതേപോലെ കോർണേഴ്സിൽ നോക്കാം. ഇനി നമുക്ക് നെറ്റ് നോക്കി. ഇപ്പം എൻ്റെ കണ്ണിൽ കുറച്ച് ഇങ്ങനെ ഉയർത്ത പോലെ ഇല്ലേ, എന്താ പറയണേ എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലും ഇങ്ങനെയാന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നെറ്റിയിലേക്ക് പോവാം. നെറ്റി ആദ്യം ഞാനിങ്ങനെ റബ്ബ് ചെയ്യുന്നു. അതിനുശേഷം കവിളത. ഇതിപ്പം എല്ലാവരും കണ്ടൊരു എന്താ പറയുക, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത്. അതായത് എന്താ ഒരു 5 സെക്കൻഡ് എയർ ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കാം കവിളിന്. അതേപോലെ ഈ സൈഡും. അതേപോലെ ഈ 2 സൈഡും. ഇനി എല്ലാം കൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ബിസി ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രയും ഒരു എന്താ പറയണ്ടേ, ഒരു 5 മിനിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മസാജും ഒരു എക്സസൈസ് എന്നുള്ളൊരു രീതിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ ദിവസത്തിൽ റിസൾട്ട് അറിയില്ല, എന്തായാലും ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഞാനിപ്പം കുറച്ചായി ഇങ്ങനെ ചെയ്തിട്ട് ഞാനും ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, ഏത് യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു ഡോക്ടർ പറഞ്ഞു തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്ക് കാണുന്നുമില്ല.
അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. കണ്ടിന്യൂസ് ആയി ചെയ്താൽ ഐ എം ഷുവർ യു വിൽ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ബൈ.